ഹായ്, എല്ലാവർക്കും നമസ്കാരം. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും ഒരുപാട് ഡേറ്റയുമായാണ് ഇടപെടുന്നത്, അല്ലേ? അപ്പോൾ ഈ ഡേറ്റയെ എങ്ങനെ ശരിയായി മനസ്സിലാക്കാം, അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, നമ്മൾ നഴ്സുമാർ എപ്പോഴും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? ഒരു രോഗിയുടെ വൈറ്റൽ സയൻസ് തൊട്ട് അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വരെ എല്ലാം ഡാറ്റയാണ്. ഇതിലെ ഓരോ ചെറിയ വിവരം പോലും നമുക്ക് വിലപ്പെട്ടതാണ്. ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇവിടെന്നാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. എല്ലാ നമ്പറുകളെയും നമുക്ക് ഒരേപോലെ കണക്കാക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ശരാശരി കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈയൊരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം? അതിനാണ് ഡേറ്റയെ തരംതിരിക്കാൻ ഒരു പ്രത്യേക സിസ്റ്റം തന്നെയുള്ളത്. ഈ സിസ്റ്റം ഓർത്തിരിക്കാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഓരോ തരം ഡാറ്റയിലും ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്കെയിലുകളാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. ശരി, നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ 4 തലങ്ങളുള്ള സിസ്റ്റത്തിനെ ഓർത്തിരിക്കാനുള്ള ഒരു കിടിലൻ ഷോർട്ട്കട്ടാണ് നോഇയർ എന്നത്. അതായത് N ഫോർ നോമിനൽ, O ഫോർ ഓർഡിനൽ, I ഫോർ ഇന്റർവൽ, R ഫോർ റേഷ്യോ. ഇനി നമുക്ക് ഈ ഓരോ ലെവലും എന്താണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിലെ ആദ്യത്തേതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ നോമിനൽ ഡാറ്റ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവൽ. നോമിനൽ എന്ന് പറഞ്ഞാൽ പേരുകൾ മാത്രം. ഡേറ്റയെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നു, അത്രയുള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പറുകൾക്ക് ഒരു കണക്കിൻ്റെയും വിലയില്ല. ജസ്റ്റ് ഒരു പേര് അല്ലെങ്കിൽ ഒരു കോഡ് പോലെ മാത്രം. നമ്മുടെ ഡെയിലി വർക്കിൽ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലേ? ഇപ്പോൾ ജെൻഡർ, മതം, ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ പോലുള്ള രോഗനിർണയങ്ങൾ, ഇതെല്ലാം നോമിനൽ ഡാറ്റയാണ്, വെറും കാറ്റഗറികൾ. ഈ ഉദാഹരണം നോക്കൂ. നമ്മൾ ജെൻഡർ കോഡ് ചെയ്യുമ്പോൾ പുരുഷന് 1 എന്നും സ്ത്രീക്ക് 2 എന്നും കൊടുക്കാറുണ്ട്. പക്ഷേ അതിനർത്ഥം 2 എന്നത് 1നേക്കാൾ വലുതാണെന്നല്ല. അതൊരു ലേബൽ മാത്രമാണ്. വേണമെങ്കിൽ നമുക്ക് പുരുഷന് 10 എന്നും സ്ത്രീക്ക് 50 എന്നും കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. കാരണം ആ നമ്പറുകൾക്കൊരു ഓർഡറോ മൂല്യമോ ഇല്ല. ശരി, അപ്പോൾ നോമിനൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ഇവിടെ ഡേറ്റയ്ക്കൊരു റാങ്ക് അല്ലെങ്കിൽ ഒരു ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഡേറ്റയെ തരംതിരിക്കുക മാത്രമല്ല, അതിനൊരു ഓർഡർ കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ആ ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഫീൽഡിൽ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ രോഗിയുടെ വേദനയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ചോദിക്കില്ലേ, വേദന കുറവാണോ, ഇടത്തരമാണോ, അതോ നല്ല കഠിനമാണോ എന്ന്. അതുപോലെ വിദ്യാഭ്യാസ നിലവാരം അല്ലെങ്കിൽ ഒരു സർവേയിലെ സ്ട്രോങ്ലി അഗ്രി പോലുള്ള ഓപ്ഷനുകൾ, ഇതെല്ലാം ഓർഡിനലാണ്. ഈ പെയിൻ സ്കെയിലിലെ കാര്യം തന്നെ നോക്കൂ. കഠിനമായ വേദന മിതമായ വേദനയേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് ഉറപ്പാണ്. അതിലൊരു ഓർഡറുണ്ട്. പക്ഷേ നേരിയ വേദനയും മിതമായ വേദനയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണോ മിതമായ വേദനയും കഠിനമായ വേദനയും തമ്മിലുള്ളത്? അല്ല, ആ വ്യത്യാസം നമുക്ക് അളക്കാൻ പറ്റില്ല. അതാണ് ഓർഡിനൽ സ്കെയിൽ. ശരി, അപ്പം നമ്മൾ പടുതി വഴി പിന്നിട്ടു. ഇനി നമുക്ക് ഏറ്റവും മുകളിലുള്ള ഏറ്റവും കൃത്യമായ 2 സ്കെയിലുകളെക്കുറിച്ച് പഠിക്കാം. ഇവിടെയാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ ശരിക്കും അർത്ഥം വരുന്നത്. ഇന്റർവൽ, റേഷ്യോ സ്കെയിലുകൾ തമ്മിൽ ഒറ്റ പ്രധാന വ്യത്യാസമേ ഉള്ളൂ. അതാണ് യഥാർത്ഥ 0 അഥവാ ആബ്സല്യൂട്ട് 0. ഇന്റർവൽ സ്കെയിലിൽ ഒരു യഥാർത്ഥ 0 ഇല്ല. ഉദാഹരണത്തിന് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ചൂടൊട്ടുമില്ല എന്നാണോ അർത്ഥം? അല്ല, അതൊരു താപനിലയാണ്. എന്നാൽ റേഷ്യോ സ്കെയിലിൽ അങ്ങനെയല്ല. 0 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് ഭാരമേ ഇല്ല എന്നാണ് അർത്ഥം. അതാണ് വ്യത്യാസം. ഈ ഒരു യഥാർത്ഥ 0 ഉള്ളതുകൊണ്ട് ഒരു വലിയ ഗുണമുണ്ട്. അതുകൊണ്ടാണ് 20 കിലോ എന്നത് 10 കിലോയുടെ കൃത്യം ഇരട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ 40 ഡിഗ്രി ചൂട് 20 ഡിഗ്രിയുടെ ഇരട്ടി ചൂടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അവിടെ ഒരു യഥാർത്ഥ 0 ഇല്ല. അപ്പോൾ ചില സാധാരണ ഉദാഹരണങ്ങൾ നോക്കാം. താപനില, അതായത് സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹൈറ്റ്. പിന്നെ IQ സ്കോറുകൾ, ഇതൊക്കെ ഇന്റർവെൽ സ്കെയിലിലാണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി അളക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും, അതായത് പ്രായം, ഉയരം, ഭാരം, BP, ഹൃദയമിടിപ്പ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഇതെല്ലാം റേഷ്യോ സ്കെയിലിലാണ് വരുന്നത്. കാരണം ഇതിനെല്ലാം ഒരു യഥാർത്ഥ 0 ഉണ്ട്. ശരി, അപ്പോൾ നമ്മൾ ഈ 4 സ്കെയിലുകളെക്കുറിച്ചും കേട്ടു: നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. പക്ഷേ ഒരു നേഴ്സ് എന്ന നിലയിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കാര്യം? എന്തിനാണ് നമ്മളിതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്?
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഏത് സ്കെയിലിലുള്ളതാണോ അതനുസരിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ഡാറ്റയെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു താക്കോൽ ഉപയോഗിച്ച് എല്ലാ പൂട്ടും തുറക്കാൻ പറ്റാത്തതുപോലെ തന്നെയാണത്. ഈ ടേബിൾ നോക്കിയാൽ സംഭവം വളരെ ക്ലിയറാകും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. നോക്കൂ, നോമിനലിൻ ഓർഡറോ തുല്യ ഇടവേളകളോ യഥാർത്ഥ പൂജ്യമോ ഇല്ല. പക്ഷേ റേഷ്യോയിലേക്കെത്തുമ്പോഴേക്കും ഇതെല്ലാമുണ്ട്. അതായത് താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും ഡേറ്റ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു, കൂടുതൽ പവർഫുള്ളാകുന്നു. ഇത് വെറുമൊരു തിയറി മാത്രമല്ല, നമ്മുടെ പ്രാക്ടീസിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം തെറ്റായ ഡാറ്റയിൽ തെറ്റായ അനാലിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന നിഗമനങ്ങളും തെറ്റായിരിക്കും. ആ തെറ്റായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപക്ഷേ രോഗിയെ പരിചരിച്ചേക്കാം. അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഇനി നിങ്ങളൊരു ക്ലിനിക്കൽ സ്റ്റഡി വായിക്കുമ്പോഴല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പർ കാണുമ്പോൾ അതിലെ വേരിയബിളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ഡേറ്റയ്ക്ക് യഥാർത്ഥത്തിൽ എന്ത് കഥയാണ് പറയാൻ കഴിയുക? ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾ ഡേറ്റയെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കും. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും.